Hi guys, welcome back to our channel. So ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്ന ടീസർ ആണ് ദുൽഖർ സൽമാന്റെ ഏറ്റവും പുതിയ മൂവിയായ ലക്കി ഭാസ്കർ. അതെ, കുറച്ചായിട്ടുണ്ട് തോന്നല്ലേ ദുൽഖറിന്റെ കിങ് ഓഫ് കൊത്ത പൊട്ടിയ ശേഷം പിന്നെ പുള്ളി കണ്ടിട്ടില്ല. അതെ, പിന്നെ അധികമൊന്നും കണ്ടിട്ടില്ല, മൂവീസ് ഒന്നും വന്നിട്ട് വന്നിട്ടില്ല. ഇനിയിപ്പോ അടുത്ത് ഇറങ്ങുന്നതാണ് ലക്കി ഭാസ്കർ. എനിക്ക് കിങ് ഓഫ് കൊത്ത ഭയങ്കര പ്രതീക്ഷ അർപ്പിച്ച ഒരു മൂവി ആയിരുന്നു ദുൽഖർ. നല്ല മൂവി ആയിരുന്നില്ല. പക്ഷെ അത് പുള്ളി നല്ല നല്ല ഹൈപ്പ് ഒക്കെ പ്രതീക്ഷിച്ച് നല്ല രീതിയിൽ മാർക്കറ്റിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു. സോങ്സ് വന്നപ്പോഴൊക്കെ പൊളിയായിരിക്കുന്നു. പക്ഷെ ആ സിനിമ അത്രക്കില്ല അതാണ് സത്യം. അപ്പൊ എന്തായാലും ഇതാണ് ഇതിന്റെ ഡയറക്ട് ചെയ്തിട്ടുള്ള റൈറ്റ് ചെയ്തിട്ടുള്ളത് വെങ്കിയാണ് പേര്. വെങ്കി തന്നെ എഴുതിയിട്ടുള്ളത്. അതെ, ഓക്കെ. വെങ്കി അറ്റ്ലൂരി. ഓക്കെ. ജി.വി. പ്രകാശാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, കണ്ടു നോക്കാം. കാസ്റ്റിംഗ് ദുൽഖർ അല്ലാതെ മീനാക്ഷി ചൗധരി ഉണ്ട്. ഓക്കെ, പാൻ ഇന്ത്യ മൂവിയാണ് എന്തായാലും. അപ്പോ അധികം വൈകാതെ ടീച്ചർ കണ്ടു നോക്കാം. He's a common man. Common, middle class, Indian man. He's more reliable. He's more eligible. ഇവനെയാണ് ഈ ബാങ്കിന് ആവശ്യം. ഒരു സാധാരണ ബാങ്ക് എംപ്ലോയിയുടെ അക്കൗണ്ടിൽ ഇത്രയും പണമോ? മിഡിൽ ക്ലാസ് മെന്റാലിറ്റിയാണ് സാർ. ഞങ്ങളെപ്പോലുള്ളവർ ഈ ചെലവെല്ലാം ചുരുക്കി ഓരോ രൂപയും എണ്ണയാണ് ജീവിക്കുന്നത്. പക്ഷെ പന്തയം വന്ന് ഒന്നും നോക്കാതെ വേണേ കിടപ്പാടം വരെ പണയം വെക്കും സാർ. എന്നാ പിന്നെ തുടങ്ങാം. ജൂലൈ 2024. ഒരു എന്താ പറയുക, ഒരു കോൺമാൻ ആണ് പുള്ളി. ഒരു അത്യാവശ്യം തരിയിടൊക്കെ കാണിക്കുന്ന വിഷയം തോന്നുന്നത്. ഈ പന്തയം വെച്ചിട്ടുള്ള പരിപാടി തോന്നുന്നു. ഇപ്പൊ ടീച്ചറിൽ കാണിച്ചതാകെ ചുരുക്കം കാണിച്ചിട്ടുള്ളൂ. പുള്ളി ഒരു ക്യാരക്ടർ എന്താണെന്നാണ് കാണിക്കുന്നത്. അതെ, എനിക്ക് തോന്നുന്നു പന്തയം ജാക്ക് പോട്ട് പരിപാടിയൊക്കെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. സാധാരണ ബാങ്ക് എംപ്ലോയി ആണ്. ഞാൻ ആദ്യം ബാങ്കിൽ നിന്ന് മോഷ്ടിക്കുന്നതാണ് പുള്ളി അത് വെച്ച് പുള്ളി ഗാംബ്ലിംഗ് എന്തൊക്കെയോ ചെയ്ത് വെച്ച് കാശ് ഉണ്ടാക്കുന്നത്. ലക്കി ഭാസ്കർ ലക്കി അകത്തോളം ലക്കിയാണെന്ന് നോക്കാം. എന്തായാലും കൊള്ളാം. നല്ല രസമുള്ള ടീസർ, ചെറിയ ഷോർട്ട് ടീസർ ആണ്. നല്ല ലാംഗ്വേജ് റിലീസ് ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും കൊള്ളാം. സംഭവം ഒരു വെറൈറ്റി ആണ് സംഭവം. ഇപ്പൊ പുള്ളിയുടെ ആക്ഷൻ മൂവിയൊക്കെ ഒന്ന് മാറി ഇങ്ങനത്തെ രസമാണ്. എനിക്ക് തോന്നുന്നു ദുൽഖറിന് അത്ര ആക്ഷൻ ഒന്നും ആൾക്ക് അത്ര ഇത് തോന്നില്ല. പറയാൻ പറ്റില്ല. എനിക്ക് പുള്ളിക്കാരന്റെ ആക്ഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മൂവി ഇഷ്ടപ്പെട്ട സോളോയില് ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു, മിണ്ടാത്ത ഒരു ക്യാരക്ടർ ആയിട്ടുള്ളത്. പക്ഷെ ആക്ഷൻ എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നല്ലൊരു ലുക്ക്, ഭയങ്കര കരിസ്മയായിരുന്നു കാണാനായിട്ട് പുള്ളിയുടെ. അതിന് പറ്റൊക്കെ ചെയ്യും, പറ്റുന്നില്ല. എനിക്കൊന്ന് കിങ് ഓഫ് കൊത്ത പോലെ എനിക്ക് പേഴ്സണലി തോന്നിയത് മറ്റേ ഡയലോഗ്സുകളൊക്കെ ഭയങ്കര മോശം ഡയലോഗ്സിലായിരുന്നു. പിന്നെ കഥയും അത്ര സ്ട്രോങ് ആയിരുന്നു. അതുകൊണ്ടാണ് പോയത്. അല്ലെ പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് കൊണ്ട് പുള്ളിയുടെ ലുക്കിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നു എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ അത് എനിക്കൊന്നും അതുകൊണ്ടാണ് സിനിമ പോയത്. അത് പക്ഷെ നല്ലൊരു കഥ, നല്ലൊരു ക്യാരക്ടർ ആണെങ്കിൽ ഇഷ്ടം എന്തായാലും പടവുള്ളൂ. അത് പുള്ളിക്ക് എല്ലാ ക്യാരക്ടറും ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതെ, പക്ഷെ ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യാൻ എനിക്ക് കൂടുതൽ ഇഷ്ടം, കാണാൻ ഇഷ്ടം. ഇങ്ങനത്തെ കൈൻഡ് ഓഫ് റോൾസ് ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം, കാണാൻ ഇഷ്ടം. എന്തായാലും കൊള്ളാം. എന്തായാലും ടീച്ചർ നല്ല രസമുണ്ട്. ചെറിയ ഷോർട്ട് ടീച്ചർ ആണ്. എനിക്ക് ട്രെയിലറൊക്കെ വരട്ടെ, എന്തായാലും ഒരു ഐഡിയ കിട്ടുള്ളൂ എന്തൊക്കെയാണ് ബാക്കി കാര്യങ്ങൾ, എന്തൊക്കെയാണ് ചെയ്യുന്നത്. എന്തായാലും കൊള്ളാം, ടീച്ചർ കൊള്ളാം. എന്തായാലും വേറെ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നും ഇല്ല. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.